ഫ്രണ്ട്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ഇന്ത്യൻ ഹിസ്റ്ററി. അതിൻ്റെ 3ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. ഇനി മൊറാർജി ദേശായി ആൻഡ് ഡീമോണിറ്റൈസേഷൻ എന്ന ഭാഗമാണ് നോക്കാനുള്ളത്. 1977 ജനുവരിയിൽ ഇന്ദിരാഗാന്ധി ലോകസഭ പിരിച്ചുവിടുന്നുണ്ട്. 1977 മാർച്ചിൽ ബോഡിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രതിപക്ഷ നേതാക്കളിൽ പലരും ജയിലിൽ നിന്ന് മോചിതരാവുകയും ജനതാ സഖ്യം രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലെ സഖ്യം വൻ വിജയമാണ് നേടിയിട്ടുള്ളത്. ജയപ്രകാശ് നാരായണന്റെ നിർബന്ധപ്രകാരം ജനതാ സഖ്യം മുൻ കോൺഗ്രസ് നേതാവ് മൊറാർജി ദേശായിയെ അവരുടെ പാർലമെന്ററി നേതാവായിട്ട് തിരഞ്ഞെടുത്തു. അങ്ങനെ പ്രധാനമന്ത്രിയായി 1962 യുദ്ധത്തിന് ശേഷം ആദ്യമായി ചൈനയുമായി ദേശായി സാധാരണ ബന്ധം പുനഃസ്ഥാപിച്ചു. പാകിസ്ഥാന്റെ സൈനിക ഭരണാധികാരി ജനറൽ സിയാഉൽ ഹക്കുമായിട്ട് ആശയവിനിമയം നടത്തുകയും സൗഹൃദ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് സമാധാനപരമായിട്ടുള്ള ഒരു ബന്ധമുണ്ടായിരുന്നിട്ടും USA കോൺഗ്രസിന്റെ പവർ പ്ലാന്റുകൾക്കുള്ള യുറേനിയം വിതരണം നിർത്തുമെന്നുള്ള ഭീഷണി ഉണ്ടായിരുന്നിട്ടും ആണവ വ്യാപനേതര കരാറിൽ ഒപ്പിടാൻ അദ്ദേഹം വിസമ്മതിക്കുകയാണ് ചെയ്തത്. ഇനി എന്താണ് ഡീമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ, 1978 ജനുവരി 16 മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഉയർന്ന മൂല്യമുള്ള 1000 രൂപയുടെ കറൻസി നോട്ടുകൾ അസാധുവാക്കി. 1000 രൂപ, 5000 രൂപ കള്ളപ്പണം ഇല്ലാതാക്കാൻ 1,00,000 ബാങ്ക് നോട്ടുകൾ അന്നത്തെ ബാങ്കിങ് സമയത്തിന് ശേഷം അത്തരം നോട്ടുകൾ നിയമപരമായിട്ടുള്ള ട്രെൻഡായി കണക്കാക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. 1978 ഹൈഡി നോമിനേഷൻ ബാങ്ക് നോട്ട് അസാധുവാക്കൽ നിയമം നടപ്പിലാക്കുന്നതിനായിട്ട് സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ധനമന്ത്രി HM പട്ടേലും ധനകാര്യ സെക്രട്ടറി മൻമോഹൻ സിംഗും ദേശായിയെ സഹായിച്ചു. എന്നാൽ അന്നത്തെ റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന IG പട്ടേൽ ഈ നീക്കത്തിന് അനുകൂലമായിരുന്നില്ല. ഈ ഒരു തീരുമാനം സ്വർണം മുതലായ സാധനങ്ങളുടെ വില കുത്തനെ കുറയ്ക്കുന്നതിന് കാരണമായി. എന്നിരുന്നാലും 1978 നോട്ട് നിരോധനത്തിൻ്റെ പൊതു ആഘാതം പരിമിതമായിരുന്നു. കാരണം ധാരാളം ഇന്ത്യക്കാർ ബാങ്കിങ് വിലയ്ക്ക് പുറത്ത് അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. ഉയർന്ന മൂല്യമുള്ളവരുടെ എണ്ണം, കറൻസികൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു നിരോധനത്തിൻ്റെ ആഘാതം കുറവായിരുന്നു. ദ റിഫോംസ് ഓഫ് രാജീവ് ഗാന്ധി കൊണ്ടുവന്ന പരിഷ്കാരങ്ങളെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഇന്ദിരാഗാന്ധിയുടെ മകനും ജവഹർലാൽ നെഹ്റുവിൻ്റെ ചെറുമകനുമായിട്ടുള്ള രാജീവ് ഗാന്ധി 1985 ഒക്ടോബർ 31 രാത്രിയിൽ തൻ്റെ അമ്മയുടെ കൊലപാതകത്തിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് മാറി. 14 വർഷമായി ഇന്ത്യൻ എയർലൈൻസിൽ പൈലറ്റായിരുന്ന രാജീവ് ഗാന്ധിക്ക് ഇന്ത്യൻ രാഷ്ട്രീയവുമായി മുമ്പ് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്നാൽ മൂത്ത മകൻ സഞ്ജയ് ഗാന്ധിയുടെ മരണശേഷം അവരെ സഹായിക്കാൻ അമ്മ അവനെ പ്രേരിപ്പിച്ചു. അങ്ങനെ 1981 ജൂണിൽ UP മണ്ഡലമായ അമേഠിയിൽ നിന്ന് ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് അദ്ദേഹം ഔദ്യോഗികമായി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. സഞ്ജയിൻ്റെ മരണത്തോടെ അമ്മയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് അവർ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. 1982 ന്യൂഡൽഹിയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൻ്റെ നടത്തിപ്പിൻ്റെ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിച്ചു. 1983 ഫെബ്രുവരിയിൽ കോൺഗ്രസിൻ്റെ 7 പുതിയ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. എന്നാൽ രാഷ്ട്രീയത്തിലേക്കുള്ള പടിപടിയായുള്ള അപ്രന്റീസ്ഷിപ്പ് അദ്ദേഹം വെട്ടിച്ചുരുക്കി. ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഏതാനും മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ജനങ്ങളെ അണിനിരത്താൻ കഴിയുന്ന ഒരാളെ കോൺഗ്രസ് നേതാക്കൾ സ്വാഭാവികമായിട്ടും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. രാജീവ് അവരുടെ വിധിയിൽ ഇന്ത്യയുടെ രക്തസാക്ഷിത്വം സൃഷ്ടിച്ച സഹതാപ തരംഗത്തെ ഉപയോഗപ്പെടുത്താൻ സാധ്യതയേറെയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അവ ശരിയാണെന്ന് തെളിയുകയും ചെയ്തു. 1984 ഡിസംബർ 24 മുതൽ 27 വരെ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അതിൻ്റെ എക്കാലത്തെയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പഞ്ചാബിലും അസമിലും പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച സീറ്റുകൾ എണ്ണിയാൽ 543 ലോകസഭാ സീറ്റുകളിൽ 415 സീറ്റുകളും പാർട്ടി നേടി. സഞ്ജയിൻ്റെ പൈതൃകത്തിൽ അവകാശവാദം ഉന്നയിക്കാൻ ആഗ്രഹിച്ച സഞ്ജയുടെ ഭാര്യ മേനകയെ പരാജയപ്പെടുത്തി രാജീവ് തന്നെ UP അമേഠിയിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും നേരെയുള്ള ഭീഷണിയെ കേന്ദ്രീകരിച്ചായിരുന്നു. ഇന്ദിരയുടെ മരണം ഭീഷണിയുടെ തെളിവായി ആളുകൾ കണ്ടതുകൊണ്ട് പ്രതികരണം വളരെ വലുതായിരുന്നു.
ഈ കഷ്ടപ്പാടുകൾക്കിടയിലും രാജീവിന്റെ ഭരണം ക്രിയാത്മകമായ ഒരു കുറിപ്പ് എടുക്കുകയും നിരവധി നയപരമായ സംരംഭങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഒരുപക്ഷെ അതിന് ഏറ്റവും പ്രശസ്തമായ സംരംഭം 6 സാങ്കേതിക ദൗത്യങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. വികസിതാവസ്ഥയുടെ 6 മേഖലകളിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും പ്രയോഗിക്കുക എന്ന ആശയമായിരുന്നു അദ്ദേഹം കൊണ്ടുവന്നിരുന്നത്. അതിൽ ശാസ്ത്രീയ സമീപനം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉപയോഗപ്രദമാകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു ടാർഗറ്റ് ഓറിയന്റഡ് പ്രൊജക്റ്റുകളെ സാങ്കേതിക ദൗത്യങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മിക്ക കേസുകളിലും മില്ലേനിയത്തിൻ്റെ വരവ് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിച്ചു. ഇന്ത്യ ഒരു ആധുനിക രാഷ്ട്രമായി പുതിയ സഹസ്രാബ്ദത്തിലേക്ക് പ്രവേശിക്കണമെന്ന ആശയമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കുടിവെള്ള ദൗത്യമായിരുന്നു അതിൽ മുമ്പിൽ നിൽക്കുന്നത്. അതിൻ്റെ ലക്ഷ്യം എല്ലാ ഇന്ത്യൻ ഗ്രാമങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതായിരുന്നു. അതിലെ 5-1 ഗ്രാമങ്ങളിൽ മാത്രമേ കുടിവെള്ള വിതരണമുള്ളൂ. ജലവിതരണം തിരിച്ചറിയുന്നതിനും വേർതിരിച്ചെടുക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനും ഉപഗ്രഹങ്ങളും ഭൂഗർഭശാസ്ത്രം, സിവിൽ എഞ്ചിനീയറിംഗ്, ബയോ കെമിസ്ട്രി എന്നീ വിഭാഗങ്ങളും ഉപയോഗിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 40 വർഷത്തിന് ശേഷം ജനസംഖ്യയുടെ 60% ആളുകളെ ബാധിച്ചിരുന്ന ബഹുജന നിരക്ഷരതയുടെ ഗുരുതരമായ പ്രശ്നത്തെ ആക്രമിക്കുക എന്നതായിരുന്നു സാക്ഷരതാ മിഷന്റെ ലക്ഷ്യം. ഗ്രാമപ്രദേശങ്ങളിൽ ടെലിവിഷൻ ശൃംഖലയെ ഉപയോഗപ്പെടുത്തുകയും വിപുലീകരിക്കുകയും ചെയ്യുന്നതിലൂടെയും വീഡിയോ, ഓഡിയോ കാസറ്റുകളും മറ്റ് രീതികളും ഉപയോഗിച്ചും ഇത് നേടേണ്ടതായിരുന്നു. വാസ്തവത്തിൽ ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ദൗത്യത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നായിരുന്നു. കാരണം അത് സൃഷ്ടിച്ച സമ്പൂർണ്ണ സാക്ഷരതാ ക്യാമ്പയിൻ പല പ്രദേശങ്ങളും വലിയ വിള്ളലുണ്ടാക്കുകയും മുഴുവൻ പ്രശ്നത്തെയും രാഷ്ട്രീയ ചർച്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. 1986 രാജീവ് ഗാന്ധി സർക്കാർ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ചു. ഇത് പുതിയ വിദ്യാഭ്യാസ നയം എന്ന പേര് അറിയപ്പെടുന്നുണ്ട്. ഈ പുതിയ നയം NEP എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ പുതിയ നയം അസമത്വങ്ങൾ നീക്കം ചെയ്യുന്നതിനും വിദ്യാഭ്യാസ അവസരങ്ങൾ തുല്യമാക്കുന്നതിനും പ്രത്യേക ഊന്നൽ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് ഇന്ത്യൻ സ്ത്രീകൾ, പട്ടികവർഗ പട്ടികജാതി വിഭാഗത്തിലുള്ള സ്ത്രീകൾ അത്തരമൊരു സാമൂഹിക സമന്വയം കൈവരിക്കുന്നതിന് സ്കോളർഷിപ്പുകൾ അവർക്ക് വേണ്ടി സ്കോളർഷിപ്പുകൾ വിപുലീകരിക്കുക, മുതിർന്ന വിദ്യാഭ്യാസ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് കൂടുതൽ അധ്യാപകരെ റിക്രൂട്ട് ചെയ്യുക, അതുപോലെ തന്നെ ദരിദ്ര കുടുംബങ്ങൾക്ക് അവരുടെ കുട്ടികളെ പതിവായി സ്കൂളുകളിൽ അയക്കാൻ പ്രോത്സാഹനങ്ങൾ നൽകുക, പുതിയ സ്ഥാപനങ്ങൾ വികസിപ്പിക്കുക, ഭവനവും സേവനവും നൽകൽ, ഇവയൊക്കെ ഇതിൻ്റെ പദ്ധതികളായിരുന്നു. NEP പ്രാഥമിക വിദ്യാഭ്യാസത്തിലെ കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള സമീപനം ആവശ്യപ്പെടുകയും രാജ്യവ്യാപകമായി പ്രൈമറി സ്കൂളുകൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ആരംഭിക്കുകയും ചെയ്തു. 1983 ആരംഭിച്ച ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിപുലീകരണത്തോടുകൂടി ഓപ്പൺ യൂണിവേഴ്സിറ്റി സമ്പ്രദായം ഈ നയം വിപുലീകരിച്ചിട്ടുണ്ട്. സാമ്പത്തികം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മഹാത്മാഗാന്ധിയുടെ തത്വചിന്തയിൽ അധിഷ്ഠിതമായ റൂറൽ യൂണിവേഴ്സിറ്റി മാതൃക സൃഷ്ടിക്കാനും നയം ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഗ്രാമീണ ഇന്ത്യയിലെ താഴെത്തട്ടിൽ സാമൂഹിക വികസനവും പുതിയ വിദ്യാഭ്യാസ നയം GDPയുടെ 6% വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് സാക്ഷരതാ ക്യാമ്പയിൻ, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ എന്നിവയൊക്കെ ഇതിൻ്റെ ലക്ഷ്യമായിരുന്നു. അതുപോലെ വിദൂര വിദ്യാഭ്യാസം എന്ന ഒരു സ്വപ്നം ഇന്ത്യയിൽ സാധ്യമായതും ഈ ഒരു NEPയുടെ വരവോടുകൂടിയാണ്. എന്താണ് NEP അഥവാ ന്യൂ എക്കണോമിക് പോളിസി എന്ന് നോക്കാം. അതായത് പുതിയ സാമ്പത്തിക നയം നിലവിൽ വന്നത് 1991 ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ മൂലമുണ്ടായിട്ടുള്ള സാമ്പത്തിക മാന്ദ്യത്തിലെ ആഘാതം മറികടക്കാൻ വേണ്ടി പ്രധാനമായും PV നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിൽ 1991 ഇന്ത്യയിൽ പുതിയ സാമ്പത്തിക നയം ആരംഭിച്ചു, NEP. ഈ നയം ആദ്യമായിട്ട് ആഗോളതലത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വാതിൽ തുറന്നു. ഈ പുതിയ സാമ്പത്തിക നയത്തിൽ PV നരസിംഹറാവു സർക്കാർ ഇറക്കുമതി തീരുവ കുറച്ചു, സ്വകാര്യ കമ്പനികൾക്ക് സംവരണം ചെയ്തു, മേഖല തുറന്നുകൊടുത്തു, കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചു, വളർച്ചയുടെ LPG മോഡൽ എന്ന് ഇത് അറിയപ്പെടുന്നുണ്ട്. അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്നാണ് അതുകൊണ്ട് അർത്ഥാക്കുന്നത്. പുതിയ സാമ്പത്തിക നയം എന്നത് സാമ്പത്തിക ഉദാരവൽക്കരണം അല്ലെങ്കിൽ ഇറക്കുമതി താരിഫുകളിലെ ഇളവ് വരുത്തൽ, വിപണികളിലെ നിയന്ത്രണം എടുത്തുകളയൽ അല്ലെങ്കിൽ സ്വകാര്യ വിദേശ കമ്പനികൾക്ക് വേണ്ടി വിപണി തുറക്കൽ, അതുപോലെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ചിറകുകൾ വികസിപ്പിക്കുന്നതിന് നികുതി കുറയ്ക്കൽ എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ 1991 ജൂലൈ 24 NEP അവതരിപ്പിക്കുന്നതിന് മുൻകൈയെടുത്ത മുൻ പ്രധാനമന്ത്രി
മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഗവൺമെൻറ് വിദേശ വ്യാപാരം, നേരിട്ടുള്ള വിദേശ നിക്ഷേപം, വിനിമയ നിരക്ക്, വ്യവസായം, സാമ്പത്തിക അച്ചടക്കം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നയങ്ങളിൽ സമൂലമായ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിൽ സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ മത്സരാധിഷ്ഠിത അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനാണ് പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഊന്നൽ നൽകിയിട്ടുള്ളത്. ഉൽപാദനക്ഷമതയും സിസ്റ്റത്തിൻ്റെ കാര്യക്ഷമതയും പ്രവേശനത്തിനുള്ള തടസ്സങ്ങളും സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കുള്ള നിയന്ത്രണങ്ങളും നീക്കം ചെയ്തുകൊണ്ടാണ് ഇത് നേടേണ്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വിവിധ ഘടകങ്ങൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ മുമ്പ് പോയതിൽ നിന്ന് വലിയ വ്യതിയാനത്തെ അടയാളപ്പെടുത്തുന്ന ഒരു സാമ്പത്തിക നയം രൂപീകരിക്കുന്നുണ്ട്. സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദനക്ഷമതയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപാധിയായിട്ട് സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ മത്സരാധിഷ്ഠിത അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനാണ് പുതിയ സാമ്പത്തിക നയത്തിലെ ഊന്നൽ നൽകിയിട്ടുള്ളത്. പ്രവേശനത്തിലുള്ള തടസ്സങ്ങളും സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കുള്ള നിയന്ത്രണങ്ങളും നീക്കം ചെയ്തുകൊണ്ടാണ് ഇത് നേടേണ്ടതെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ? ചീഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി. ഫസ്റ്റ് വരുന്നത് ഏതാണ്? പണപ്പെരുപ്പ നിരക്ക് കുറയ്ക്കാൻ NEP അവതരിപ്പിച്ചു. എല്ലാത്തരം സർക്കാർ നിയന്ത്രണങ്ങളെയും നീക്കി സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വിപണി സമ്പദ്വ്യവസ്ഥയ്ക്ക് മാറ്റാനും അത് ആഗ്രഹിച്ചു. രണ്ടാമത്തേത്, എല്ലാത്തരം സർക്കാർ നിയന്ത്രണങ്ങളും നീക്കി സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വിപണി സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റാനും അത് ആഗ്രഹിച്ചു. എന്താണ് മൂന്നാമത് വരുന്നത്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോളവൽക്കരണത്തിൻ്റെ രംഗത്തേക്ക് വീഴ്ത്തുകയും വിപണിയുടെ ദിശാബോധത്തിന് പുതിയ ഊന്നൽ നൽകുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാന ലക്ഷ്യം. നാലാമത്തെ എന്താണ്? ചരക്കുകൾ, സേവനങ്ങൾ, മൂലധനം, മാനവ വിഭവശേഷി, സാങ്കേതികവിദ്യ എന്നിവയുടെ അന്തർദേശീയ ഒഴുക്ക് സംസ്ഥാനത്തിന് നിയന്ത്രണങ്ങളില്ലാതെ അനുവദിക്കാൻ അത് ആഗ്രഹിച്ചു. ആറാമത്തെ പോയിന്റ് എന്താണ്? സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ മേഖലകളിലും സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ അത് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിനായി സംവരണം ചെയ്തിരുന്ന മേഖലയുടെ എണ്ണം കുറച്ചു. ഇനി what are the steps were taken under the liberalization measure? ഫസ്റ്റ് വരുന്നത്, വാണിജ്യ ബാങ്കുകൾ പലിശ നിരക്ക് സൗജന്യമായി നിർണ്ണയിക്കുക. അതായത് ഉദാരവൽക്കരണ നയത്തിന് കീഴിൽ ബാങ്കിങ് സംവിധാനത്തിൻ്റെ പലിശ നിരക്ക് എല്ലാ വാണിജ്യ മേഖലയിലും റിസർവ് ബാങ്ക് നിർണ്ണയിക്കുന്നതല്ലെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലിശ നിരക്ക് നിർണ്ണയിക്കുന്നതിൽ ബാങ്കുകൾ സ്വതന്ത്രരാണ് എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നു. രണ്ടാമത്തെ എന്താ വന്നത്? ചെറുകിട സ്ഥാപനങ്ങളുടെ നിക്ഷേപ പരിധി, ചെറുകിട വ്യവസായങ്ങളുടെ നിക്ഷേപ പരിധി 1 കോടി രൂപ വരെ ഉയർത്തി. അതുകൊണ്ട് തന്നെ ഈ കമ്പനികൾക്ക് അവരുടെ സ്ഥാപനം നവീകരിക്കാനും അതുപോലെ തന്നെ കാര്യക്ഷമതയും ഉൽപ്പാദനക്ഷമതയും മെച്ചപ്പെടുത്താനും സാധിക്കും. ഇനി ഫ്രീഡം ടു ഇമ്പോർട്ട് ക്യാപിറ്റൽ ഗുഡ്സ്. മൂലധന സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് അവരുടെ വികസനം കൊണ്ടുവരാൻ വിദേശ വിപണിയിൽ നിന്ന് യന്ത്രങ്ങളും അസംസ്കൃത വസ്തുക്കളും വാങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇനി എന്താണ് പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ? ലളിതമായി പറഞ്ഞാൽ സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുമേഖലയ്ക്ക് മുമ്പ് സംവരണം ചെയ്തിരുന്ന വ്യവസായങ്ങൾ സ്ഥാപിക്കാൻ സ്വകാര്യ മേഖലയെ അനുവദിക്കുന്നതാണ് സ്വകാര്യവൽക്കരണം. ഈ ഒരു നയത്തിന് കീഴിൽ നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ അഥവാ PSU സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാർ പിന്മാറുകയും അവരുടെ നടത്തിപ്പ് ചെലവ് കുറയുകയും ചെയ്തതാണ് വൻതോതിലുള്ള സ്വകാര്യവൽക്കരണത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലായ മേഖലകളിലാണ് ഇത് ആരംഭിച്ചത്. എന്നാൽ താമസിയാതെ അത് എല്ലാ മേഖലകളിലേക്കും വ്യാപിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മാനേജർമാർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. പിന്നെ ഉൽപ്പാദനശേഷി ഉപയോഗശൂന്യമായിട്ട് തുടരുന്നു എന്നതാണ് സ്വകാര്യവൽക്കരണത്തെ പിന്തുണയ്ക്കാനുള്ള മറ്റൊരു കാരണം. മത്സരവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം ആവശ്യമായിരുന്നു. അപ്പോൾ ഈ സ്വകാര്യവൽക്കരണത്തിനായിട്ട് പല നടപടികളും കൈക്കൊള്ളുന്നുണ്ട്. എന്തൊക്കെ നടപടികളാണ് കൈക്കൊള്ളുന്നത്? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പന. ഇവ ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് മാരുതി ഉദ്യോഗ് ലിമിറ്റഡ്, എയർ ഇന്ത്യ, ഇന്ത്യൻ റെയിൽവേ ഇവയുടെ ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുകയാണ് ചെയ്തത്. എന്തൊക്കെയാണ് പ്രൈവറ്റൈസേഷൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയായിരുന്നു? ഏതൊക്കെ ഘട്ടത്തിലൂടെയാണ് പ്രൈവറ്റൈസേഷനിൽ എത്തിയതെന്നാണ് നോക്കാനുള്ളത്.
ഇന്ത്യൻ ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിൽക്കാൻ തുടങ്ങി. ഗവൺമെൻറ് മാരുതി ഉദ്യോഗ് ലിമിറ്റഡ്, എയർ ഇന്ത്യ, ഇന്ത്യൻ റെയിൽവേ, ബെൽ മുതലായവയുടെ ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റു. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ PSUs. പ്രവർത്തിക്കുന്നതോ നഷ്ടത്തിലായതോ ആയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഓഹരി വിറ്റഴിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഗവൺമെൻറ് ഈ വ്യവസായങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുകയാണ്. ഗവൺമെൻറ് കോടി രൂപയുടെ സംരംഭങ്ങൾ ഗവൺമെൻറ് സ്വകാര്യ മേഖലയ്ക്ക് വിറ്റു. അതായത് 30,000 കോടി രൂപയുടെ സംരംഭങ്ങൾ ഗവൺമെൻറ് സ്വകാര്യ മേഖലയ്ക്ക് വിറ്റിട്ടുണ്ട്. എന്താണ് മിനിമൈസേഷൻ ഓഫ് പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ? മുമ്പ് പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്നത് വ്യവസായവൽക്കരണത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. എന്നാൽ ഈ ലക്ഷ്യം കൈവരിക്കാൻ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് കീഴിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സങ്കോച നയം തുടർന്നു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി എന്താണ് ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ? ആഗോളവൽക്കരണം എന്നാൽ വിപണിയെ ആഗോളമാക്കുക എന്നതാണ്. അങ്ങനെ ഇന്ത്യൻ വിപണിയിൽ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളെയും വിദേശ രാജ്യങ്ങളെയും രസിപ്പിക്കാൻ, അങ്ങനെ ലോകം മുഴുവൻ നിയന്ത്രിതമായ അതിരുകളില്ലാത്ത ഏക കമ്പോളമായിട്ട് കണക്കാക്കണമെന്നുള്ള രീതിയിലാണ് ഇന്ത്യൻ വിപണിയെ മാറ്റിയത്. ചുരുക്കത്തിൽ ആഗോളവൽക്കരണം എന്നാൽ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെയും വിപണിയെയും വിദേശ നിക്ഷേപം, വ്യാപാരം, ഉൽപ്പാദനം, സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെടുത്തി ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള ആക്സസ് ചെയ്യിപ്പിക്കുക. അതായത് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇന്ത്യയെ ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തോട് മത്സരിക്കാൻ വിപണിയെ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ആഗോളവൽക്കരണം എന്നുള്ള ഒരു നയം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആഗോളവൽക്കരണത്തിനായിട്ട് എന്തൊക്കെ നടപടികളാണ് ഉണ്ടായിരുന്നത്? ഫസ്റ്റ് വരുന്നത് താരിഫ് കുറയ്ക്കുക. ഇറക്കുമതി, കയറ്റുമതി എന്നിവയിൽ ചുമത്തുന്ന കസ്റ്റം ഡ്യൂട്ടികളും താരിഫുകളും ക്രമേണ കുറയ്ക്കുന്നത് ആഗോള നിക്ഷേപകർക്ക് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ആകർഷകമാക്കാൻ കഴിയും. ദെൻ ലോങ് ടേം ട്രേഡ് പോളിസി, അതായത് ഒരു നീണ്ട കാലത്തെ ട്രേഡ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? നിർബന്ധിത വ്യാപാര നയം ദീർഘകാലത്തേക്ക് നടപ്പിലാക്കി. NEP-യോട് ഉള്ള പ്രതികരണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. 1991 ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ച പുതിയ സാമ്പത്തിക നയം വ്യത്യസ്ത ജനവിഭാഗങ്ങൾ വ്യത്യസ്തമായി സ്വീകരിച്ചിട്ടുണ്ട്. വ്യാവസായിക വിഭാഗങ്ങളും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും അത് പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചപ്പോൾ തൊഴിലാളി വർഗം അതിനോട് ഒരു വിമർശനാത്മക സമീപനം പുലർത്തി. കാരണം അത് രാജ്യത്തെ തൊഴിലാളികൾക്കും ട്രേഡ് യൂണിയനുകൾക്കും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. സ്വകാര്യവൽക്കരണ പ്രക്രിയ വിവിധ മേഖലകളിലെ ആയിരക്കണക്കിന് തൊഴിലാളികളെ തൊഴിൽ രഹിതരാക്കി. അങ്ങനെ ട്രേഡ് യൂണിയനുകൾ അവരുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ നോക്കാതെ പുതിയ സാമ്പത്തിക നയത്തോടുള്ള ശക്തമായി പ്രകടിപ്പിച്ചു. മുഴുവൻ നയ പാക്കേജും തൊഴിലാളി വർഗത്തിന് എതിരാണെന്നായിരുന്നു അവരുടെ നിലപാട്. അങ്ങനെ രാജ്യവ്യാപകമായി ബന്ദുകൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. മുഴുവൻ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഇത്തരം എതിർപ്പുകൾ സർക്കാർ പ്രതിബദ്ധത നടപ്പിലാക്കുന്നതിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം, അതായത് MGNREGP, മഹാത്മാഗാന്ധി എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് 2005, പിന്നീട് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട ഈ ഒരു MGNREGP എന്ന ഈ പ്രോഗ്രാം ഒരു ഇന്ത്യൻ തൊഴിൽ നിയമവും അതോടൊപ്പം സാമൂഹിക ക്ഷേമ നടപടിയുമാണ്. ജോലി ചെയ്യാനുള്ള അവകാശം ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് 2005 ഓഗസ്റ്റ് 23 മൻമോഹൻ സിംഗ് സർക്കാരിന് പുറത്തുനിന്ന് പിന്തുണ നൽകിയ ഇടതു പാർട്ടിയുടെ പ്രേരണയ്ക്ക് കീഴിലാണ് ഈ ഒരു നിയമം പാസ്സാക്കിയിട്ടുള്ളത്. ഗ്രാമപ്രദേശങ്ങളിൽ കുറഞ്ഞത് 100 പേർക്കെങ്കിലും ഉപജീവനം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. പ്രായപൂർത്തിയായ അംഗങ്ങൾ സ്വമേധയാ ജോലി ചെയ്യുന്ന ഓരോ കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷത്തിനുള്ളിൽ കൂലിയുള്ള ജോലിയുടെ ദിവസങ്ങളെ MGNREGA സ്ഥായിയായ ആസ്തികൾ, അതായത് റോഡുകൾ, കനാലുകൾ, കുളങ്ങൾ, കിണറുകൾ എന്നിവ പോലുള്ളവ സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയായിരുന്നു ഇത്. അപേക്ഷകൻ്റെ താമസ സ്ഥലത്ത് നിന്ന് 5 കിലോമീറ്ററിനുള്ളിൽ തൊഴിൽ നൽകണം. മിനിമം വേതനം നൽകണം. 15 ദിവസത്തിനുള്ളിൽ
അപേക്ഷിച്ച് 15 ദിവസത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ അപേക്ഷകർക്ക് തൊഴിലില്ലായ്മ അലവൻസിന് അർഹതയുണ്ട്. അതായത് സർക്കാർ തൊഴിൽ നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ ആ ആളുകൾക്ക് ചില തൊഴിലില്ലായ്മ അലവൻസുകൾ നൽകണം. അതുകൊണ്ട് തന്നെ MGNREGA പ്രകാരമുള്ള തൊഴിൽ നിയമപരമായ ഒരു അവകാശമാണ്. MGNREGA പ്രധാനമായും ഗ്രാമപഞ്ചായത്താണ് നടപ്പിലാക്കേണ്ടത്. കരാറുകാരുടെ ഇടപെടൽ നിരോധിച്ചിരിക്കുന്നു. സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നതിനും ഗ്രാമീണ ആസ്തികൾ സൃഷ്ടിക്കുന്നതിനും പുറമെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും ഗ്രാമീണ ജനതയെ, പ്രത്യേകിച്ച് ഗ്രാമീണ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് കുടിയേറുന്നത് കുറയ്ക്കുന്നതിനും മറ്റുള്ളവരിലെ സാമൂഹിക സമത്വം വളർത്തുന്നതിനും ഇത് സഹായിക്കും. അതിൻ്റെ ഫലപ്രദമായ മാനേജ്മെൻറ്റും നടപ്പാക്കലും പ്രോത്സാഹിപ്പിക്കുന്നതിന് നിരവധി സുരക്ഷാ മാർഗങ്ങൾ നൽകുന്നതായിട്ട് നിയമം പ്രസ്താവിച്ചു. നടപ്പിലാക്കുന്നതിനുള്ള തത്വങ്ങളും ഏജൻസികളും അനുവദനീയമായ പ്രവൃത്തിയുടെ ലിസ്റ്റ്, ധനസഹായ പാറ്റേൺ, നിരീക്ഷണങ്ങളും മൂല്യനിർണ്ണയങ്ങളും സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിനുള്ള വിശദമായ നടപടികൾ എന്നിവ ഈ നിയമം വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് 3ാമത്തെ മൊഡ്യൂളിൽ പറയാനുള്ളത്. ഇനി 4ാമത്തെ മൊഡ്യൂള് ന്യൂ ചാലഞ്ചസ് ആൻഡ് റെസ്പോൺസസ് എന്നുള്ളതാണ്. ഈ ഒരു ഭാഗം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.